ഹലോ, വെൽക്കം ടു അജി കിച്ചൺ. ഇന്ന് ഞാനൊരു ചിക്കൻ്റെ ഐറ്റമായിട്ടാണ് ചിക്കൻ വരട്ടിയത്. അതിന് വേണ്ടിയിട്ട് 1/2 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി കഷ്ണങ്ങളായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ 2 വലിയ കിഴങ്ങ് കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. നമുക്ക് തുടങ്ങാം. ഇത് പാത്രം ഒന്ന് ചൂടാവട്ടെ. ഇനി ഇതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കേ. എണ്ണയൊന്ന് ചൂടാവട്ടെ. നമ്മൾ എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് ഇതിനകത്ത് 1 ടീസ്പൂൺ പെരുംജീരകം, ചെറിയ 2 കഷ്ണം പട്ട ചെറുതേ അതും ഇട്ട് കൊടുത്ത്, പിന്നെ ഒരു 5 ഗ്രാമ്പു 4 ഏലയ്ക്ക, ഇതെല്ലാം ഒന്ന് ചതച്ചെടുക്കേ. നമ്മുടെ ഈ ചതച്ച ഈ മസാലയല്ലേ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കേ. ഇതൊന്ന് തീ കുറച്ചിട്ടേക്കേ, മസാല അല്ലേ കരിയും. ഇതിനകത്ത് ഒരു വലിയൊരു കഷ്ണം ഇഞ്ചി ഗ്രേറ്റ് ചെയ്തത്, പിന്നെ ഒരു വലിയ പൂണ്ട് വെളുത്തുള്ളി അത് ഗ്രേറ്റ് ചെയ്തത്, പിന്നെ 2 പച്ചമുളക് കുഞ്ഞായിട്ട് അരിഞ്ഞതേ, അതെല്ലാം കൂടി ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ ഒരു പച്ച മണം മാറണം, മൂത്ത് പോകരുത്. ഇനി ഇതിനകത്ത് ഒരു 2 തണ്ട് വേപ്പില, ഇനി ചെറുതായിട്ടൊന്ന് തീ ഇട്ട് കൊടുക്കാം. അജി കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ വളരെ നന്ദിയുണ്ട്. ഒരു പച്ചമണം ഒന്ന് മാറിക്കട്ടെ. വെളുത്തുള്ളി ഇഞ്ചിയുടെ ഒരു പച്ചമണം ഇല്ലേ, അങ്ങ് മൂത്ത് പോകരുത്, ഒരു വാടി വരണം. നമ്മളുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം വാടിക്കഴിഞ്ഞേ, ഇനി ഇതിനകത്തോട്ട് എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കനില്ലേ അതിട്ട് കൊടുക്കുക. ഇനി ഇതില് തീ കുറയ്ക്കാം. ഇതിനകത്ത് ഈ കുട്ടി സ്പൂണിന് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തേ. ഇപ്പം ഈ ചിക്കൻ ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കേ. ഇതെല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇതിനകത്തിപ്പോൾ വെള്ളമൊന്നും ഒഴിക്കരുത്. കാര്യം ചിക്കൻ്റെ ഈ വെള്ളം മാത്രം മതി. ചിക്കനിൽ ഇത് വെള്ളം ഇറങ്ങത്തില്ലേ, ആ വെള്ളത്തിൽ മാത്രം വെന്താൽ മതി. ഇത് നമുക്കൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. ചെറിയ തീയിൽ ഇങ്ങനെ കവർ ചെയ്ത് കൊടുത്തിട്ട് ചെറിയ തീ കിടന്ന് വേവട്ടെ. നമുക്കിതൊന്ന് കവർ ചെയ്യേ.
തീ ഒന്ന് കുഴയ്ക്കാം. തീരെ സിമ്മാക്കണ്ട, മീഡിയത്തിലും കുറച്ച് താഴെ. ഇങ്ങനെ കിടക്കട്ടെ ഒരു 3-4 മിനിറ്റ്. നമ്മുടെ ചിക്കൻ നോക്കേ, ഒരു 4-5 മിനിറ്റ് ആയേ. അതിനകത്തെ വെള്ളം ഇറങ്ങിയുണ്ടോ ചിക്കൻ്റെ? ആ വെള്ളം മാത്രം മതി. ഇനി ഈ ചിക്കനകത്ത് ഒരു 3 ഇടത്തരം സവാള ഇട്ടത്, സവാള അത് ഇട്ട് കൊടുക്കേ. ഇനി വെള്ളം ഒഴിക്കണ്ട, ഇങ്ങനെ തന്നെ കിടന്നാൽ മതി. ഇങ്ങനെ ഇതുപോലെ ഇത് ഇപ്പം നമ്മൾ 4 മിനിറ്റ് എടുത്തിട്ടില്ലേ, അതുപോലെ ഇതും കിടക്കട്ടെ. 4 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് നോക്കാം. നമ്മുടെ ചിക്കൻ നോക്കേ. എന്ത് മണമാണെന്നറിയോ വരുന്നേ. ഭയങ്കര മണം. ഞാൻ ആ പൊടിച്ച മസാല ഇട്ട് കൊടുത്തിട്ടുള്ളൂ, മസാലപ്പൊടിയൊന്നും ഇട്ട് കൊടുത്തിട്ടില്ലേ. ചിക്കനൊക്കെ വെന്തേ. ഒരു ചെറിയ തീ തന്നെ കിടക്കുന്നേ. 4-5 മിനിറ്റ് ആയി. ഇനി ഇതിലോട്ട് ഒരു ഇത് വറുക്കാത്ത മല്ലി പൊടിച്ചതേ 1, 2 ഈ ടീസ്പൂണിന്, ടീസ്പൂണല്ല ഇച്ചിരി വലുത് തന്നെ, ടേബിൾ സ്പൂണല്ലേ, 2 ടീസ്പൂൺ 2-2.5 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തേ. തീ ചെറുതായിട്ടൊന്ന് കൂട്ടി കൊടുക്കേ. ഇനി ഇതിനകത്ത് നമ്മൾ ഈ കഴുകി അരിഞ്ഞു വെച്ചേക്കുന്ന കിഴങ്ങില്ലേ, കിഴങ്ങിട്ട് കൊടുക്കുക. ഇനിയിപ്പം തീ കുറയ്ക്കാം. അപാര ടേസ്റ്റായി കറി കഴിക്കാം. അപാര ടേസ്റ്റാണ്. കറിയായിട്ടല്ല ഇത് കേട്ടോ, പെരട്ട വറട്ടിയെടുക്കുക നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഇതിങ്ങനെ കിടക്കട്ടെ. ഇനി ഇതുപോലെ ഒരു 2-3 മിനിറ്റ് കിടക്കട്ടെ. തീ കുറച്ചിട്ടേക്കണേ. നമ്മുടെ കറി നോക്കേ. ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ വെള്ളം ഒഴിച്ചിട്ടില്ലേ, ആദ്യം കിടന്നാണേ.
ഇനി ഇതിൽ ഈ കുട്ടി സ്പൂണിന് നോക്കേ ഒരു 1/4 ടീസ്പൂണേ വരുത്തുള്ളേ. ഏകദേശം 2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്ത് ഇതൊന്ന് നല്ല മിക്സ് ചെയ്യാം. വിശ്വസിക്കാൻ പറ്റാത്തത്ര മണമാണ്, അതുപോലെ ടേസ്റ്റേ. ചിക്കനൊക്കെ വെന്തിട്ടുണ്ട്. ഇനി ഇതിൽ ഞാനൊരു 1 കപ്പ് ഫ്രോസണാണ് ഗ്രീൻ പീസ് എടുത്ത് വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. ഇതും പെട്ടെന്ന് നല്ല ഇത് വേവില്ലാത്ത പീസ് ഫ്രോസൺ അല്ലേ, വേവേ ഇല്ല, അതുകൊണ്ടാണ് ഞാൻ കിഴങ്ങിടാൻ ഇട്ട് കൊടുക്കാതിരുന്നത്. നല്ല ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതേ തീ തന്നെ കിടന്നാൽ മതി, കൂട്ടൊന്നും വേണ്ടേ. ഇങ്ങനെ കിടക്കട്ടെ, ഇതൊരു 3-4 മിനിറ്റ് ഇങ്ങനെ കിടക്കട്ടെ. നമ്മുടെ ചിക്കൻ നോക്കേ. എന്ത് മണവാ വരുന്നതെന്നറിയോ. നമ്മുടെ കിഴങ്ങ് നോക്കിയേ, കിഴങ്ങെല്ലാം നല്ല വെന്തിട്ടുണ്ടേ, ചിക്കനൊക്കെ നല്ല വെന്ത്. ഇത് ഇനി ഇതിനകത്ത് 2 തക്കാളി, അല്ല 1 തക്കാളിയാണ്, വലിയൊരു തക്കാളിയാണ്, അത് അരിഞ്ഞിട്ടത് കൊടുക്കണം. കുഞ്ഞായിട്ട് അരിഞ്ഞിടണേ, തക്കാളി ഇട്ട് ഇനിയിപ്പോൾ അധികം വേവിക്കൊന്നും വേണ്ട. അതൊക്കെ ഇളകൂടെ. ഈ കിഴങ്ങ് ഇങ്ങനെ അരിഞ്ഞിടുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇളക്കുമ്പോൾ കിഴങ്ങൊക്കെ നല്ല വെന്ത് കിടക്കും, അത് ഇളക്കുമ്പോൾ പൊടിയരുത്. ചെറുതായിട്ട് അരിഞ്ഞാൽ പൊടിഞ്ഞ് കുഴഞ്ഞ് ചീത്തയായിപ്പോൾ വൃത്തിയേടാ, കറിക്ക് തന്നെ വ്യത്യാസം വരും. അതുകൊണ്ടാണ് ഇങ്ങനെ അരിഞ്ഞിട്ട് കൊടുക്കുന്നത്. ഇപ്പം തന്നെ കണ്ടാവും വലിയ കിഴങ്ങ് ഒടിഞ്ഞ്. ഇങ്ങനെ പതുക്കെ ഇളക്കണേ, നല്ല മിക്സ് ചെയ്ത് കൊടുക്കണം ആ തക്കാളിയായിട്ട്. നല്ല ടേസ്റ്റ് ചെയ്ത് കഴിക്കാനായിട്ട്. ഓക്കെ, ഇളക്കുമ്പോഴേ സൂക്ഷിക്കേണ്ടതുള്ളൂ, അടിയിലൊന്നും പിടിച്ചിട്ടില്ല, ചെറിയ തീയായിരുന്നേ. ഈ തീ തന്നെ ഇങ്ങനെ കിടക്കണ്ട. ഇപ്പോൾ ഒരു 5 മിനിറ്റിനായിട്ടായിരുന്നു പീസ് ഇട്ട് കൊടുത്തിട്ട്. പീസ് ഫ്രോസൺ പീസാണേ, അതുകൊണ്ട് അതിന് വലിയ വേവൊന്നുമില്ല. ഇനി ഇതിനകത്ത് നമുക്ക് കുറച്ച് നല്ല ഫ്രഷ് മല്ലിയില അരിഞ്ഞിട്ട് കൊടുക്കേ. ഇനി ഇതിനകത്ത് ഒരു 4 പച്ചമുളക് 2ആയിട്ട് പിളർന്നത് അതും ഇട്ട് കൊടുക്കേ. ഇനി നമുക്കതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. കവർ ചെയ്ത് കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് ഇങ്ങനെ ഒന്ന് ഇരിക്കട്ടെ. ചെറിയ തീ തന്നെയാണ്, 2 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. ഞാൻ അണച്ചു. ഇപ്പം 2 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ ഗ്യാസ് അണച്ചു. ഇനി ഇതൊന്ന് ഒരു 2-3 മിനിറ്റ് വെച്ചിട്ട് നമുക്ക് എടുക്കുക. എന്ത് മണമായത്. നല്ല ടേസ്റ്റുള്ളൊരു വരട്ടേ, ചിക്കൻ വരട്ട്. അടിപൊളി ടേസ്റ്റാണ്. ഇനിയിപ്പോൾ ഇളക്കുമ്പോഴാണ് സൂക്ഷിക്കേണ്ടത്. ഓക്കെ, എന്തൊരു മണം. ആ പച്ചമുളകിൻ്റെയൊക്കെ ഒരു പച്ച സ്മെല്ലില്ലേ, എന്തൊരു മണമാണ്. ഞാൻ മിക്ക കറികൾക്കും പച്ചമുളക് ഇങ്ങനെ ഇട്ട് ചേർക്കേണ്ടത് ചേർക്കും, 1-2 എണ്ണം ആദ്യമേ, പിന്നെ പച്ചമുളക് ലാസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്തേ. മീൻ കറിക്കായാലും ചിക്കൻ കറിക്കായാലും എന്തിനും ഇതുപോലെ പച്ചമുളക് 2-3 എണ്ണം അവസാനം ഒന്നിട്ട് കൊടുക്കണം, 2ആയിട്ട് പിളർന്ന. അടിപൊളി മണവും ടേസ്റ്റും ആ കറിക്ക്. ഓക്കെ, നമ്മൾ തക്കാളിയൊക്കെ നല്ല കുഴഞ്ഞു പോരുത്, തക്കാളി വെന്ത് കുഴഞ്ഞു പോരുത്. തക്കാളി ഇങ്ങനെ ആവാവുള്ളേ. 2 മിനിറ്റ് കിടന്നാൽ മതി. നല്ല മണവും നല്ല ടേസ്റ്റുമാണിത്. ഇനി ഞാനിത് വേറെ ഒന്നിലോട്ടും പകർന്ന് വെക്കുന്നില്ല.
ഇത് താഴോട്ട് ഞാൻ ഇറക്കി വെക്കാൻ പോവേ. കണ്ടില്ലേ നമ്മുടെ ചിക്കൻ വരട്ട്. ഒന്നും പൊടിയിട്ടില്ല കേട്ടോ, കിഴങ്ങൊന്നും പൊടിഞ്ഞു പോയിട്ടില്ല. അപ്പം ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ. ചപ്പാത്തിക്കായാലും ചോറിനായാലും അപ്പത്തിനായാലും എന്തിനും പറ്റിയൊരു കറിയെന്ന് പറയാൻ പറ്റത്തില്ല, ഒരു വറട്ടെ. അപ്പം ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് പറയണേ. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം.